ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് ഇന്ത്യ തൂക്കി മക്കളെ, ഇന്ത്യ തൂക്കി. സഞ്ജു സാംസൺ തൂക്കി. ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ മുത്ത് 9-ാം നമ്പർ താരമായ സഞ്ജു സാംസൺ വേൾഡ് കപ്പ് കരസ്ഥമാക്കി. ശരിക്കും പറഞ്ഞാൽ സഞ്ജു തന്നെയാണ്, സഞ്ജുവിന്റെ തോളിലേറി ഇന്ത്യ കപ്പ് ഉയർത്തി. അതിന് കാരണക്കാരൻ സഞ്ജു മാത്രമാണ്. അതിന്റെ ക്രെഡിറ്റ് മൊത്തം സഞ്ജുവിനുള്ളതാണ്. പിന്നെ നമ്മുടെ ദക്ഷിണാഫ്രിക്കയ്ക്കും വേറെ ആർക്കും ഇതിനുള്ള ക്രെഡിറ്റ് ഇല്ല. കാരണം എന്താ അറിയോ, ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യനെ ആ ഒരു കളിയിൽ തോൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ അതിനുശേഷം ടീമിൽ വരുത്തിയ മാറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഈ സഞ്ജു ടീമിലോട്ട് എത്താനും. സഞ്ജുവിന് മികച്ച പ്രകടനം, ഇതുവരെ സഞ്ജു കളിക്കാത്ത തരം കളിയാണ് സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്താ കളി! കൊതിയായി. ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലിയൊക്കെ കളിക്കുന്ന പോലെ സ്ഥിരതയാർന്ന പ്രകടനം സഞ്ജു നടത്തിയിരുന്നെങ്കിൽ കൊതിച്ചു പോയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ലോകകപ്പിൽ സഞ്ജു തീർത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ അമ്മാതിരി കളിയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു സല്യൂട്ട് ഉണ്ട്. അവരെ ഇന്ത്യനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ടീം കോമ്പിനേഷൻ തന്നെ മാറ്റാനും മറ്റുള്ള ടീം ഇന്ത്യനെ പഠിച്ച രീതികളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ ടീമിൽ തന്നെ അവരൊരു മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ ഈ ലോകകപ്പ് കരസ്ഥമാക്കാൻ ഇടയാക്കിയത്. സഞ്ജു ടീമിലോട്ട് വന്നു. ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു സിംബാബ്വേനെ തകർത്തു. അതിനുശേഷം നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഇതാ ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് കപ്പ് കരസ്ഥമാക്കി തന്നു. തുടർച്ചയായി 3 കളികളിലാണ് അദ്ദേഹം 50. ഫസ്റ്റ് കളിയിൽ 97 റൺസ്, അതിനുശേഷം 89 റൺസും സെമിഫൈനലിൽ. ഇപ്പൊ ഫൈനലിലും 89 റൺസ്. 3 കളിയിൽ തുടർച്ചയായിട്ട് അർദ്ധശതകം കണ്ട് ഇന്ത്യനെ ലോകകപ്പ് വിജയത്തിലോട്ട് കൊണ്ടുപോയത് സഞ്ജു തന്നെയാണ്, സഞ്ജു മാത്രമാണ്. വിമർശകരുടെ എല്ലാം വായടപ്പിച്ച് അത്ര നല്ല കിടിലൻ പെർഫോമൻസ് ആണ് സഞ്ജു കരസ്ഥമാക്കിയതും. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും അത്ര നല്ല പ്രകടനമാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 255 റൺസാണ് ഇന്ത്യ സ്കോർ ചെയ്തത്. ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. സഞ്ജു സാംസൺ 46 ബോളില് 89 റൺസാണ് മോനെ അടിച്ചു കൂട്ടിയത്. 5 4ഉം 8 6ഉമാണ്. 8 6 എന്ന പടുകൂറ്റൻ സിക്സുകളാണ് എല്ലാം. അഭിഷേക് ശർമ്മ സഞ്ജുവിന് മികച്ച പിന്തുണയാണ് നൽകിയത്. മികച്ചെന്ന് പറഞ്ഞാൽ നല്ല സഞ്ജു അഭിഷേക് ഇത്രയും നാളും ഫോം ഔട്ട് ആയത് ഈ ഫൈനലിൽ കളിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അദ്ദേഹം വെറും 21 ബോളിലാണ് 52 റൺസ് അടിച്ചു കൂട്ടിയത്. 6 4ഉം 3 6ഉം. ഇഷാൻ കിഷൻ 25 ബോളിൽ 54 റണ്ണ്, 4 4ഉം 4 6ഉം. തിരിഞ്ഞു നോക്കിയിട്ടില്ല, അടിയോടടി. ഹാർദിക് പാണ്ഡ്യ 13 ബോളിൽ 18 റണ്ണ്. ശിവം ദുബെ അവസാനം വന്ന് തകർത്തു എന്ന് പറഞ്ഞാൽ 8 ബോളിൽ 26 റൺസാണ് അടിച്ചു കൂട്ടിയത്. തിലക് വർമ്മ 6 ബോളിൽ 8 റണ്ണ്. പിന്നെ നമ്മുടെ സൂര്യകുമാർ യാദവിന് അധികം റൺസ് ഒന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ നമ്മുടെ ന്യൂസിലാൻഡിന് ജയിക്കാൻ 20 ഓവറിൽ 256 റൺസാണ് വേണ്ടത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലാൻഡിന് വേണ്ടി അവരുടെ ഓപ്പണർമാരൊന്നും മികച്ച പ്രകടനങ്ങളല്ല അവരുടെ ബാറ്റ്സ്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തുടരെ വിക്കറ്റുകൾ വീണത് അവരുടെ ഈ ഇത്രയും വലിയ റൺസ് ചേസ് ചെയ്യുന്നതിൽ അവരെ ശരിക്കും പറഞ്ഞാൽ തളർത്തി കളഞ്ഞു എന്ന് തന്നെ പറയാം. വിക്കറ്റുകളും വീണുകൊണ്ടിരുന്നു. ഭയങ്കര വലിയൊരു ടോട്ടലൊക്കെ ആയതുകൊണ്ട് അവര് നിശ്ചിത 20 ഓവറല്ല 19 ഓവറിൽ 159 റൺസിന് അവരെല്ലാവരും പുറത്തായി. ഇന്ത്യക്ക് 96 റൺസിന്റെ പടുകൂറ്റൻ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ അക്സർ പട്ടേൽ 36 റൺസിന് 3 വിക്കറ്റ് എടുത്തു. നമ്മുടെ ബുംറ 4 ഓവറിൽ 15 റൺസ്, വെറും 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് 96 റൺസിന്റെ വിജയമാണ് ഇന്ത്യ ഈ ലോകകപ്പ് കരസ്ഥമാക്കാൻ ഇന്ത്യ നടത്തിയത്. അങ്ങനെ തുടർച്ചയായ രണ്ടാമത്തെ ലോകകപ്പാണ് ഇന്ത്യ കരസ്ഥമാക്കുന്നത്. സൂര്യകുമാർ കഴിഞ്ഞത് നമ്മുടെ രോഹിത് ശർമ്മയാണെങ്കിൽ ഇത് സൂര്യകുമാർ യാദവ്. ഫസ്റ്റ് നമ്മുടെ ധോനിയായിരുന്നു കരസ്ഥമാക്കിയത്. അപ്പൊ 96 റൺസിന്റെ പടുകൂറ്റൻ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. അപ്പോ ഈ കളിയിലെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ബുംറയാണ്. 4 ഓവറിൽ വെറും 15 റൺസിന് 4 വിക്കറ്റ് കരസ്ഥമാക്കിയ ബുംറയാണ് ഈ കളിയിലെ താരം. സഞ്ജു സാംസൺ ആകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷെ ബൗളിംഗിൽ അത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് ബുംറ ആയത്. അങ്ങനെ ഇന്നത്തെ കളിയിലെ താരമാകാൻ പറ്റില്ലെങ്കിൽ ഈ വേൾഡ് കപ്പിന്റെ താരം നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ്. പ്ലെയർ ഓഫ് ദ സീരീസ്
എന്ന് വെച്ചാൽ ഈ ലോകകപ്പിലെ ഏറ്റവും നല്ല കളിക്കാരനായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ സഞ്ജുവിനെ തന്നെയാണ്. വെറും 5 കളിയിൽ നിന്ന് 300-ന് മേളിൽ റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. 3 അർദ്ധ സെഞ്ചുറി അടക്കം 300 റൺസിന് മേളിൽ, സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 200 റൺസ് അടുത്താണ്. അപ്പോ അങ്ങനെയുള്ള സഞ്ജു ആണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം എന്ന് പറയാം. അഭിമാനത്തിന്റെ കോടിയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. അതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ സഞ്ജു സാംസൺ ആണ്. സഞ്ജുവിന് വലിയൊരു സല്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിജയം ആഘോഷിക്കുന്ന എല്ലാവർക്കും, എൻ്റെ വേൾഡ് കപ്പ് വിജയിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.